അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഫിഖ്ഹിലെ 7ാമത്തെ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. കൂട്ടുകാർ എല്ലാവരും വർക്ക് ബുക്ക് എടുത്തില്ലേ? വർക്ക് ബുക്ക് പേജ് നമ്പർ 33. അൽ വഹ്ദത്തു സാബിഅ, 7ാമത്തെ പാഠം അത്തിജാറ. ഈ പാഠത്തിൽ നമ്മൾ കച്ചവടത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇവിടെ ഈ പാഠത്തിന്റെ പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥം കൊടുത്തിരിക്കുന്നു. കൂട്ടുകാർ നല്ലോണം വായിച്ച് മനസ്സിലാക്കുക. അതിന് താഴെ നോക്കൂ, അർത്ഥം എഴുതുക. നമുക്ക് എഴുതാം. 1. മബീഅ്, വിൽപ്പന വസ്തു. 2. മുഹക്കറാത്ത്, നിസ്സാര വസ്തു. 3. അൽ ഹുലൂൽ, കടമില്ലാതിരിക്കുക. 4. മുമാസല, തുല്യമാവുക. 5. കൈൽ, അളത്തം. 6. അജീർ, തൊഴിലാളി. 7. ലമാൻ, ഉത്തരവാദിത്വം. 8. അത്തബ, ആക്ഷേപിച്ചു. 9. ഇആറ, വായ്പ. 10. തഖ്സീർ, വീഴ്ച വരുത്തൽ. അടുത്തത് നോക്കൂ, ഉത്തരം കണ്ടെത്താം. 1ാമത്തെ ചോദ്യം, ഏറ്റവും നല്ല ജോലി ഏത്? ഉത്തരം, ഒരാൾ തൻ്റെ കൈ കൊണ്ട് ചെയ്യുന്ന ജോലിയും പിന്നെ കുറ്റമറ്റതായ കച്ചവടവുമാണ്. 2ാമത്തെ ചോദ്യം, കച്ചവടത്തിൻ്റെ റുക്നുകൾ ഏതെല്ലാം? ഉത്തരം 6. 1. വിൽക്കുന്നവൻ. 2. വാങ്ങുന്നവൻ. 3. ഈജാബ്. 4. കബൂൽ. 5. വിൽക്കുന്ന വസ്തു. 6. വില. 3ാമത്തെ ചോദ്യം, ഈജാബും കബൂലും എന്ത്? ഉത്തരം, ഈജാബ് എന്നാൽ വിൽക്കുന്നവൻ ഞാനിത് ഇന്ന വിലക്ക് നിനക്ക് വിറ്റു എന്ന് പറയലാണ്. കബൂൽ എന്നാൽ വാങ്ങുന്നവൻ ഞാനിത് ഇന്ന വിലക്ക് വാങ്ങി എന്ന് പറയലാണ്. 4ാമത്തെ ചോദ്യം, വിൽപ്പന വസ്തുവിൻ്റെയും വിലയുടെയും ഷർത്തുകൾ. ഉത്തരം 5. 1. ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കുക. 2. ശുദ്ധിയുള്ളതായിരിക്കുക. 3. ഉപകാരപ്രദമായിരിക്കുക. 4. ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയതാവുക. 5. തടിയുള്ള വസ്തുവാണെങ്കിൽ കാണലും ഉത്തരവാദിത്വത്തിൽ ഏൽക്കുകയാണെങ്കിൽ വസ്തുവിൻ്റെ വിശേഷണങ്ങളും അളവും അറിയൽ. 5ാമത്തെ ചോദ്യം, ഈജാബിൻ്റെയും കബൂലിൻ്റെയും ഷർത്തുകൾ ഏവ? ഉത്തരം, ഈജാബിൻ്റെയും കബൂലിൻ്റെയും നിബന്ധനകൾ അവക്കിടയിൽ വിടവില്ലാതിരിക്കുക, മറ്റൊന്നുമായി ബന്ധിപ്പിക്കാതിരിക്കുക, സമയം നിശ്ചയിക്കാതിരിക്കുക എന്നിവയാണ്. 6ാമത്തെ ചോദ്യം, വിൽക്കുന്നവൻ്റെയും വാങ്ങുന്നവൻ്റെയും ഷർത്തുകൾ ഏവ? ഉത്തരം, വിൽക്കുന്നവനും വാങ്ങുന്നവനും പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവരാവുക, സ്വാതന്ത്ര്യമുള്ളവരാവുക എന്നിവയാണ്. 7ാമത്തെ ചോദ്യം, വാഹനം വായ്പ വാങ്ങിയാൽ വായ്പ കൊടുക്കാൻ പറ്റില്ല, എന്നാൽ വാഹനം വാടകയ്ക്ക് വാങ്ങിയാൽ വായ്പ കൊടുക്കാൻ പറ്റും. വ്യത്യാസം എന്ത്? ഉപകാരമെടുക്കൽ ഉടമസ്ഥാവകാശം ഉള്ളവർക്ക് ആ സാധനം മറ്റുള്ളവർക്ക് വായ്പ നൽകൽ അനുവദനീയമാണ്. എന്നാൽ ഒരു വാഹനം വായ്പയെടുത്ത് അതിനെ മറ്റൊരാൾക്ക് വായ്പ നൽകൽ അനുവദനീയമല്ല. കാരണം അതിൻ്റെ ഉപയോഗത അവൻ ഉടമപ്പെടുത്തുന്നില്ല എന്നതാണ്. 8ാമത്തെ ചോദ്യം, വാടകയ്ക്ക് കൊടുക്കാനും വായ്പ കൊടുക്കാനും പറ്റുന്ന വസ്തുക്കൾ ഏതെല്ലാം? ഉത്തരം, ഉപകാരമെടുത്താലും സാധനം ബാക്കിയാവുന്ന
എല്ലാ വസ്തുക്കളും. 9-ാമത്തെ ചോദ്യം, വാടകയ്ക്ക് കൊടുക്കുന്നതിൻ്റെയും വായ്പ കൊടുക്കുന്നതിൻ്റെയും വിധി എന്ത്? വാടകയ്ക്ക് കൊടുക്കൽ അനുവദനീയവും വായ്പ കൊടുക്കൽ സുന്നത്തുമാണ്. 10-ാമത്തെ ചോദ്യം, പറഞ്ഞ സമയത്ത് എത്തിയില്ലെങ്കിൽ വാടകയ്ക്ക് വിളിച്ച ടാക്സിക്കാരൻ ഉത്തരവാദിയാകുമോ? മസ്അല വിശദീകരിക്കുക. ഉത്തരം, അത് അവന്റെ വീഴ്ച കൊണ്ടല്ലെങ്കിൽ അവൻ ഉത്തരവാദിയാവുകയില്ല. 11-ാമത്തെ ചോദ്യം, എന്താണ് മാഊൻ? ഉത്തരം, മാഊൻ എന്നാൽ ബക്കറ്റ്, മഴു പോലത്തെ അയൽവാസികൾ വായ്പ വാങ്ങുന്ന സാധനങ്ങളാണ്. 12, നീ വായ്പ വാങ്ങിയ സൈക്കിൾ മറ്റൊരാൾക്ക് വായ്പ കൊടുക്കാൻ പറ്റില്ല. കാരണമെന്ത്? കാരണം അതിന്റെ ഉപയോഗത്തെ നീ ഉടമപ്പെടുത്തുന്നില്ല. 13-ാമത്തെ ചോദ്യം, അയ്യുൽ കസ്ബി അത്യബു എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി. ഉത്തരം, ഒരാൾ തന്റെ കൈകൊണ്ട് ചെയ്യുന്ന ജോലിയാണ്, പിന്നെ കുറ്റമറ്റതായ കച്ചവടവും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി. അടുത്തത് ചേരുംപടി ചേർക്കുക. 1, ശർതു മാ ഫീഹി നഫ്ഉൻ ലിൽ മുഖ്റിൽ. 2, സിയാദത്തു അഹദിൽ ഇവളൈനി. 3, അത്തഫറുഖു ഖബ്ല അത്തഖാബുൽ. 4, ഇഷ്തിറാത്തുൽ അജലി ഫീ അഹദിൽ ഇവളൈനി. ഇപ്പുറത്ത് നോക്കൂ. അലിഫ് റിബൽ ഫളി, ബാ റിബൽ ഖർളി, ജീം റിബൻ നസാ, ദാൽ റിബൽ യദ്. ഓരോന്നിനും യോജിച്ചതിൻ്റെ ഹർഫ് അതിനു നേരെ എഴുതണം. അതിനു മുമ്പ് ഓരോന്നിൻ്റെയും അർത്ഥമൊന്ന് മനസ്സിലാക്കാം. 1, ശർതു മാ ഫീഹി നഫ്ഉൻ ലിൽ മുഖ്റിൽ എന്ന് പറഞ്ഞാൽ കടം നൽകുന്നവൻ അവന് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും കാര്യം നിബന്ധന വെക്കൽ. അതിന് ശരിയായത് ബാ റിബൽ ഖർൾ. 2, സിയാദത്തു അഹദിൽ ഇവളൈനി, അതായത് വിൽക്കപ്പെടുന്നതോ പകരം നൽകുന്നതോ ആയ സാധനത്തിൽ ഏതെങ്കിലും ഒന്ന് അധികമാവൽ. അതിന് ശരിയായത് അലിഫ് റിബൽ ഫളി. 3-ാമത്തത് അത്തഫറുഖു ഖബ്ല അത്തഖാബുൽ, പരസ്പരം കൈമാറുന്നതിനു മുമ്പ് സദസ് പിരിയുക. അതിന് ശരിയായത് ദാൽ റിബൽ യദ്. 4-ാമത്തത് ഇഷ്തിറാത്തുൽ അജലി ഫീ അഹദിൽ ഇവളൈനി. അതിന് ശരിയായത് ജീം റിബൻ നസാ, അതായത് വിൽക്കുന്നതോ പകരം നൽകുന്നതോ ആയ ഏതെങ്കിലും ഒന്നിൽ അവധി നിശ്ചയിക്കുക. അതിന് ശരിയായത് ജീം റിബൻ നസാ. അടുത്തത് ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പലിശയും പ്രത്യാഘാതങ്ങളും. പലിശയും പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തിൽ ഒരു ലഘുപ്രസംഗം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പലിശ അല്ലാഹു തആല ഹറാമാക്കിയതാണ്. അത് വാങ്ങുന്നതും കൊടുക്കുന്നതും വൻ കുറ്റമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖുർആനിലൂടെയും ഹദീസിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട്. പലിശ തിന്നുന്നവർ പിശാച് ബാധ നിമിത്തം മരിഞ്ഞു വീഴുന്നവർ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലിശ വാങ്ങുന്നവനെയും അത് കൊടുക്കുന്നവനെയും ആ ഇടപാട് എഴുതുന്നവരെയും അതിൻ്റെ 2 സാക്ഷികളെയും ശപിക്കുകയും അവരെല്ലാവരും ഒരുപോലെയാണെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും പച്ച കുത്തുന്നവനെയും അതിന് ആവശ്യപ്പെടുന്നവനെയും ചിത്രം വരക്കുന്നവനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു. പലിശ നടത്തുന്നവർ അവർ നരകവാസികളായിരിക്കും.
എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. 7 വൻ പാപങ്ങളിൽ ഒന്നാണ് പലിശ. ഒരാൾ മറ്റൊരാൾക്ക് കടം കൊടുത്താൽ അവനിൽ നിന്നവൻ ഒരു സമ്മാനവും സ്വീകരിക്കാൻ പാടില്ല. പലിശ വ്യഭിചാരത്തെക്കാൾ കഠിനമായ പാപമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവും റസൂലും നിരോധിച്ച മാർഗങ്ങൾ നാം ഉപേക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. കൂട്ടുകാർക്ക് ഈ പാഠത്തിന്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.